ദി ആങ്കറിങ് എഫക്റ്റ് എന്ന് പറയും. ഈ ആങ്കറിങ് എഫക്റ്റ് ശരിക്കും പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഏരിയയിലാണുള്ളത്. ഈ മൂവിയിൽ എങ്ങനെയാണ് ഈ ആങ്കറിങ് എഫക്റ്റ് വർക്കൗട്ട് ആകുന്നതെന്ന് ഞാൻ പറയാം. എന്നാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ 500 രൂപയുടെ ഷർട്ടും ചിലപ്പോൾ ക്വാളിറ്റി കാണും. ക്വാളിറ്റി നമ്മുടെ മനസ്സിൽ ഹൈ പ്രൈസ്ഡ് ഈക്വൽസ് ഹൈ ക്വാളിറ്റി, ഇതൊരു ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഇതുകൊണ്ടാണ് ഈ സിനിമാക്കാർ പല ആൾക്കാരും 20 കോടിയുടെ പടമാണെങ്കിൽ 50 കോടി രൂപ ചിലവായെന്ന് തള്ളുന്നത്. നിങ്ങൾ ആദ്യത്തെ പടം എടുക്കാനിറങ്ങുമ്പോൾ ഒരു 4 കോടി രൂപ ബഡ്ജറ്റ്. സോ നിങ്ങളുടെ മനസ്സിൽ ആർട്ടിസ്റ്റ് റെമുനറേഷൻ, ടെക്നിക്കൽ റെമുനറേഷൻ, ചിലവാക്കിയ പൈസകൾ, പ്രൊഡക്ഷൻ്റെ എക്സ്പെൻസുകൾ, ഇതെല്ലാം ബേസ് പ്രൈസ് നിങ്ങളുടെ മനസ്സിൽ സെറ്റായി. ബോൾ പാർക്ക് ഫിഗർ ഇടുന്നത്. അപ്പോൾ നിങ്ങൾ 4 കോടിയിലേക്കാണ് നിങ്ങളുടെ ഫസ്റ്റ് മൂവി എടുത്തതെങ്കിൽ ഇതിനൊരു 3 കോടി രൂപ ഇടണം. 3 കോടിക്ക് അപ്പുറം 1 രൂപ മുടക്കത്തില്ല എന്ന് നിങ്ങൾ തീരുമാനിക്കണം. വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടോപ്പിക് എന്ന് പറഞ്ഞാൽ ദി ആങ്കറിങ് എഫക്റ്റ് എന്ന് പറയും. ഈ ആങ്കറിങ് എഫക്റ്റ് ശരിക്കും പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഏരിയയിലാണുള്ളത്. ഈ മൂവിയിൽ എങ്ങനെയാണ് ഈ ആങ്കറിങ് എഫക്റ്റ് വർക്കൗട്ട് ആകുന്നതെന്ന് ഞാൻ പറയാം. ആദ്യം ഉദാഹരണം പറയാം. എനിക്കറിയാവുന്ന ഒരു പ്രൊഡ്യൂസറാണ്, മലയാളത്തിലെ വലിയ പടങ്ങൾ എടുത്തിട്ടുള്ള ഒരു പ്രൊഡ്യൂസറാണ്. ഈ പ്രൊഡ്യൂസർ എന്തെന്ന് വെച്ചാൽ പുള്ളി വലിയ പടങ്ങളാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ വലിയൊരു പടം എടുത്തു, വമ്പൻ ഹിറ്റ് അടിച്ചിട്ട് പുള്ളി ചെയ്തതെന്ന് വെച്ചാൽ പുള്ളി അടുത്ത പടം എടുത്തപ്പോൾ ഡയറക്ടർ പ്രൊജക്റ്റുമായിട്ട് ചെന്നു. ബഡ്ജറ്റ് ഇട്ടപ്പം 8 കോടി രൂപ ബഡ്ജറ്റ് വന്നത്. പുള്ളിക്കാരൻ പറഞ്ഞു, എടാ നാണക്കേട് ഉണ്ടാക്കരുത്, കഴിഞ്ഞ പടം ഞാൻ ഇത്ര കോടി രൂപയ്ക്കാണ് ചെയ്തത്, ഇത് തീരെ കുഞ്ഞായിപ്പോയി, നീ കുറച്ചുകൂടെ സ്ക്രിപ്റ്റ് ഒന്ന് പൊലിപ്പിച്ചൊന്ന് ബഡ്ജറ്റ് ഒരു 10 രൂപയെങ്കിലും ആക്കാതെ നമുക്കത് ചെയ്തിട്ട് വലിയ കാര്യമില്ല എന്ന് പറഞ്ഞു. ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും ഇത് കേൾക്കേണ്ട താമസം. നന്നായിട്ട് പൊലിപ്പിച്ച് 16 കോടി രൂപയ്ക്ക് പടം ചെയ്തു. 16 കോടി രൂപയ്ക്കാണ് ആ പടം തീർന്നത്. എന്നിട്ട് തിയേറ്ററിൽ ഇറങ്ങി. പടം നന്നായിട്ട് ഫ്ലോപ്പായി. എന്നാലും ഈ ഞാൻ പറഞ്ഞ പോലെ റെസിഡ്യൂവൽ ബിസിനസ്സും സാറ്റലൈറ്റ് ബിസിനസ്സൊക്കെ നേരത്തെ കഴിച്ചിട്ടാണ് അവർ തിയേറ്ററിൽ പടം ഇറക്കിയത്. എന്നിട്ട് കിട്ടിയത് ഏതാണ്ട് 10 CR ആ പടത്തിന് കിട്ടിയത്. അപ്പം ശരിക്കും 8 കോടി രൂപയുടെ ബഡ്ജറ്റിൽ 10 രൂപ കിട്ടുവാണെങ്കിൽ ലാഭമായിരുന്നു. 8 കോടി രൂപയുടെ ബഡ്ജറ്റ് 16 കോടി രൂപയായി. അത് ഇൻക്ലൂഡിങ് ബഫർ ബഡ്ജറ്റ് കൂടെ ചേർത്തിട്ട് 14 കോടി ബഡ്ജറ്റ് ഇട്ട് 2 കോടി രൂപ അഡീഷണൽ 16 കോടി രൂപ പ്രൊജക്റ്റിനായി കിട്ടിയത് 10 കോടി. അപ്പോൾ ശരിക്കുള്ള ലോസ് എത്രയാണ്? 6 crore. എന്തുകൊണ്ട് ലോസായെന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസറിന് 8 കോടിയെന്ന് കേട്ടപ്പം തീരെ ചെറിയ എമൗണ്ടായിട്ട് തോന്നി. ഓരോ പ്രൊജക്റ്റിന് അതിൻ്റെ വാല്യൂ അനുസരിച്ചുള്ള പൈസ ചിലവാക്കണം എന്ന് നമ്മൾ പറയും. ഇതേ എഫക്റ്റ് ഡയറക്ടേഴ്സിനുണ്ട്. ചില ഡയറക്ടേഴ്സ് വലിയൊരു ബിഗ് ബഡ്ജറ്റ് പടം ചെയ്തു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ മനസ്സിൽ പിന്നെ പടങ്ങളെല്ലാം ആ ബഡ്ജറ്റുള്ള പടങ്ങളാണ്. പ്രത്യേകിച്ച് മലയാളം ഇൻഡസ്ട്രിയിലാണ് സ്പെസിഫിക് ആയിട്ട് പറയുന്നത്. നമ്മൾ ഷാറുഖ് ഖാൻ്റെ പടം 100 കോടിക്ക് എടുക്കാൻ കിടക്കുന്ന ഡയറക്ടറിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. മലയാളം ഇൻഡസ്ട്രിയിലെ ഞങ്ങൾക്ക് അറിയാമല്ലോ ഇവിടുത്തെ ബഡ്ജറ്റ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരു 20 കോടി രൂപയ്ക്ക് ഒരു പടം ഒരു ഡയറക്ടർ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഡയറക്ടറിന് താഴേക്ക് വന്ന് പടം എടുക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ പുള്ളി തന്നെ പെർസീവ്ഡ് വാല്യൂ, അതായത് പുള്ളിയുടെ പെർസീവ്ഡ് വാല്യൂവും പുള്ളി പറയുന്നത് 20 കോടി പടങ്ങളുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ വമ്പൻ ഹിറ്റ് കൊടുത്ത് വലിയ ബിഗ് ബഡ്ജറ്റ് പടങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ അധികം പടം ചെയ്യാത്തത്. വല്ലപ്പോഴും മാത്രം അവർ പടങ്ങളിലേക്ക് ചെയ്യുന്നതും അതിൻ്റെ ഒരു റീസണാണ്. അപ്പോൾ ഇതിന് ആങ്കറിങ് എഫക്റ്റ് എന്നാണ് ഇതിന് പറയാറ്. അത് പ്രൊഡക്റ്റ് വേൾഡിൽ നിന്നാണ് ഈ വാക്ക് വരുന്നത്, പ്രൊഡക്ഷനാണ് വരുന്നത്. അതായത് ഒരു സിമ്പിൾ ഉദാഹരണം പറയാം. അതായത് നമ്മളൊരു ഷർട്ട് മേടിക്കാൻ വേണ്ടി ഇറങ്ങുന്നു. 3000 രൂപയുടെ ഒരു ഷർട്ട് മേടിച്ചപ്പം നമ്മൾ 2-3 ഷർട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഷർട്ട് മേടിക്കുന്നു. 3000 രൂപയുടെ ഷർട്ട് നമ്മൾ മേടിക്കും. അപ്പോൾ 3000 രൂപയുടെ ഷർട്ട് നമ്മൾ മേടിച്ച് കഴിയുമ്പോൾ 3000 രൂപ നമുക്കൊരു ബേസ് ലൈൻ പ്രൈസായിട്ട് മാറും ഷർട്ടിൻ്റെ. പിന്നെ നമുക്ക് 1000 രൂപയുടെ ഷർട്ട് മേടിക്കുന്നത് അത് പോരാ, ക്വാളിറ്റി പോരാ. ഇതിനു മുമ്പ് ഞാൻ മേടിച്ച 3000 രൂപയുടെ ഷർട്ടില്ലേ, അപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയുടെ അത്രയും 1000 രൂപയുടെ ഷർട്ട് എത്തുമോ എന്നുള്ള പല ഡൗട്ട്സുകൾ വരും. അപ്പോൾ നമ്മുടെ മനസ്സിലൊരു ബേസ് ലൈൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് 3000 രൂപ ഇസ് എ ഗുഡ് ക്വാളിറ്റി ഷർട്ട്,
അപ്പം 3000 രൂപയുടെ ഷർട്ടാണ് ഞാൻ മേടിക്കുന്നത്. അപ്പം 3000-ന് മേളിൽ, അതായത് നിങ്ങൾ കമ്പയർ ചെയ്യുന്നത് നെക്സ്റ്റ് ഷർട്ട്, നിങ്ങൾ 5000 രൂപയുടെ ഷർട്ട് കമ്പയർ ചെയ്യുമ്പം നിങ്ങൾ കമ്പയർ ചെയ്യുന്നത് 3000-ൻ്റെ ഷർട്ടിലാണ്. എന്നാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ 500 രൂപയുടെ ഷർട്ടും ചിലപ്പോൾ ക്വാളിറ്റി കാണും. ക്വാളിറ്റി നമ്മുടെ മനസ്സിൽ ഹൈ പ്രൈസ്ഡ് ഈക്വൽസ് ഹൈ ക്വാളിറ്റി, ഇതൊരു ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഇതുകൊണ്ടാണ് ഈ സിനിമാക്കാർ, പല ആൾക്കാരും 20 കോടിയുടെ പടമാണെങ്കിൽ 50 കോടി രൂപ ചിലവായെന്ന് തള്ളുന്നത്. ബിക്കോസ് they are trying to give that effect to the people, saying that this movie is a big budget movie. ഇതാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഈ ആങ്കറിങ് എഫക്റ്റിനെ കുറിച്ച് എനിക്ക് പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് പറയാനുള്ളത് വെച്ചാൽ, നിങ്ങൾ ആദ്യത്തെ പടം എടുക്കാനിറങ്ങുമ്പോൾ ഒരു 4 കോടി രൂപ ബഡ്ജറ്റ്. സോ നിങ്ങളുടെ മനസ്സിൽ ആർട്ടിസ്റ്റ് റെമുനറേഷൻ, ടെക്നിക്കൽ റെമുനറേഷൻ, ചിലവാക്കിയ പൈസകൾ, പ്രൊഡക്ഷൻ്റെ എക്സ്പെൻസുകൾ, ഇതെല്ലാം ബേസ് പ്രൈസ് നിങ്ങളുടെ മനസ്സിൽ സെറ്റായി 4 കോടി രൂപയ്ക്ക് നിങ്ങൾ പടം എടുത്തെത്തും. നെക്സ്റ്റ് മൂവി വരുമ്പം നിങ്ങളത് 5 കോടി രൂപ, ബിക്കോസ് യുവർ ബേസ് ലൈൻ ഈസ് സെറ്റ് അറ്റ് 4 crore. അടുത്ത മൂവി വരുമ്പം നിങ്ങളത് ചിലപ്പോൾ 8, 9, 10 കോടി എടുക്കും, ബിക്കോസ് യു സെറ്റ് യുവർ സെൽഫ് എ ബേസ് ലൈൻ അറ്റ് 5 crore. അപ്പം ഇങ്ങനെ നിങ്ങൾ ഈ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതിൻ്റെ തൊട്ട് ബഡ്ജറ്റ് കയറ്റി പടം എടുക്കും. ഈ ബഡ്ജറ്റ് കയറുന്നതിനനുസരിച്ച് പ്രൊഡക്ഷൻ എക്സ്പെൻസ് മാത്രമല്ല, ആർട്ടിസ്റ്റിലുള്ള റെമ്യൂണറേഷന്, ഡയറക്ടേഴ്സ് ആൻഡ് ടെക്നിക്കൽ ക്രൂവിനുള്ള അവരുടെ സാലറീസ്, ഇതെല്ലാം നിങ്ങൾ ഹൈക്ക് ചെയ്താണ് പേ ചെയ്യുന്നത്. അല്ലെങ്കിൽ അതുപോലെ നിങ്ങൾ ഹയർ അമൗണ്ട്സ് പേ ചെയ്യും. സോ ദിസ് ഇസ് വാട്ട് ദി ആങ്കറിങ്, ബിക്കോസ് യു ആർ ആങ്കറിങ് യുവർ എക്സ്പീരിയൻസ് ഓൺ എ പർട്ടിക്കുലർ പോയിന്റ്. എനിക്ക് പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പടം പിടിക്കാൻ ഇറങ്ങുമ്പോൾ നിങ്ങൾ 4 കോടിക്കോ 5 കോടിക്കോ എത്ര കോടിക്കോ വേണമെങ്കിൽ പടം എടുത്തു കഴിഞ്ഞാൽ, ഡു നോട്ട് ഓൾവേസ് മേക്ക് ഷുവർ ഇൻ യുവർ മൈൻഡ് യു ഡോണ്ട് ക്രിയേറ്റ് ദിസ് ഒരു പ്ലാൻ ഫോർ, അതായത് ഒരു 4 കോടി 5 കോടി രൂപയാണ് ഒരു മൂവിയുടെ സ്റ്റാൻഡേർഡ് എക്സ്പെൻസ് എന്ന് പ്ലേസ് ചെയ്യാതിരിക്കുക മനസ്സിൽ. നിങ്ങൾ ഓപ്പൺ മൈൻഡിൽ സ്ക്രിപ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഏത് സ്ക്രിപ്റ്റ്, ഏത് സ്റ്റോറി ചെയ്തിട്ടാലും ഓപ്പൺ മൈൻഡിൽ എഴുതുക. ഡു നോട്ട് പെർസീവ് ദ വാല്യൂ ഓഫ് ദ സ്ക്രിപ്റ്റ് ബേസ്ഡ് ഓൺ ദി എക്സ്പെൻസസ്. അതായത് പറയാമെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു സ്ക്രിപ്റ്റ് കേട്ടു, അതിന് 2.5 കോടി രൂപയുടെ ആവശ്യമുള്ളൂ പടം പിടിക്കാൻ, 3 കോടി രൂപയുടെ ആവശ്യമുള്ളൂ. ഒരു പർട്ടിക്കുലർ ആർട്ടിസ്റ്റ് ഉണ്ട്, ആർട്ടിസ്റ്റ് വാല്യൂ ഉള്ള ആർട്ടിസ്റ്റിനെ കുറിച്ചാണ്. പുതിയ പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിൽ ഞാൻ പ്രത്യേകം പറയുക, ആർട്ടിസ്റ്റ് വാല്യൂ ഉള്ളത് തന്നെ വിചാരിക്കുക, പക്ഷേ 3 കോടി രൂപ ആവശ്യമുള്ളത്. അപ്പം നിങ്ങളുടെ മനസ്സിലെ പ്രിസെപ്ഷൻ എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ പടം ഞാൻ 5 കോടി രൂപയ്ക്കാണ് എടുത്തത്, ഇപ്പം 3 കോടി എന്ന് പറയുമ്പോൾ ചെറിയ പടമായി പോയില്ലേ എന്നൊരു തോന്നൽ നിങ്ങൾക്ക് വരാം. പക്ഷേ അതിൻ്റെ ആ സ്ക്രിപ്റ്റ് 3 കോടി രൂപ ഡിമാൻഡ് ചെയ്യുന്നുള്ളൂ. പ്രൊഡക്ഷൻ വാല്യൂവിന്, പ്രൊഡക്ഷൻ എക്സ്പെൻസിന് 3 കോടി രൂപ ഡിമാൻഡ് ചെയ്തു. സോ യു ഡു നോട്ട് പ്രൊസീഡ് ദ വാല്യൂ ഓഫ് ദ പ്രൊജക്ട് ബേസ്ഡ് ഓൺ വാട്ട് ഈസ് യുവർ എക്സ്പെൻസ്. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതിൻ്റെ കൊണ്ട് പടം എടുത്ത് പോകുമല്ലോ. അപ്പം കമ്മിങ് ബാക്ക് ഒരു എക്സാമ്പിളിലൂടെ പറയാം, എന്നിട്ട് ഞാൻ ആ കാര്യത്തിന് കിടക്കാം. അപ്പോൾ ആ പ്രൊഡ്യൂസറിനെ കുറിച്ച് തന്നെ പറയാം. അപ്പോൾ ആ പ്രൊഡ്യൂസർ 16 കോടിക്ക് പടം എടുത്ത് 10 കോടി രൂപ കിട്ടി, 6 കോടി രൂപ വൈപ്പ് ഔട്ട്. അത് കഴിഞ്ഞിട്ട് ആ പ്രൊഡ്യൂസർ എന്താ വെച്ചാൽ, ഈ ആഡ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്, ഡിസ്ട്രിബ്യൂഷനിൽ പുള്ളിയെ പോയിട്ട് തമിഴിൽ പോയി ഒരു പടം എടുത്തു. ഞാനും ആ പടത്തിന് പിച്ച് ചെയ്താണ്. ഞാൻ പോയി ആ പടത്തിന് 2.5 CR, അന്നത്തെ സമയത്ത് 2.5 CR ആ ആർട്ടിസ്റ്റിൻ്റെ ഒരു പടമാണ്. പേര് പറയുന്നില്ല, ഒരു ആർട്ടിസ്റ്റിൻ്റെ പടമാണ്. 2.5 CR ഞാൻ തമിഴ്നാട്ടിൽ പോയി പിച്ച് ചെയ്തു. വലിയൊരു പ്രൊഡക്ഷൻ ബാനറായിരുന്നു, കേരള ഡിസ്ട്രിബ്യൂഷൻ എടുക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു 2.5 CR ഞാൻ തരും, പക്ഷേ ഈ QB ഓഫ്, അതായത് മറ്റേ സ്ട്രീമിംഗ് ചാർജസ് ഒന്നും ഞാൻ അടയ്ക്കുന്നില്ല, പോസ്റ്റേഴ്സ് ഒന്നും, പ്രിൻ്റ് ആൻഡ് പബ്ലിസിറ്റി ഒന്നും ഞാൻ ചെയ്തില്ല, അതെല്ലാം നിങ്ങൾ ചെയ്യണം. ഐ വിൽ പേ ഫോർ ദിസ് അവൺ, മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ് ഗെറ്റ്സ് ടു ദ തിയേറ്റർ. അപ്പോൾ എൻ്റെ അടുത്ത് അവിടെ നിന്ന് അന്ന് മീറ്റ് ചെയ്ത പ്രൊഡ്യൂസറിൻ്റെ മോനെയാണ്, ഹീ ഈസ് ഓൾസോ ഇൻവോൾവ് ഇൻ ദ ബിസിനസ്. അന്ന് ആ മോൻ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഞങ്ങൾക്ക് കേരളത്തിൽ നിന്ന് അതിലും മേലുള്ള ഓഫർ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, പക്ഷേ നിങ്ങൾ ഫൈനൽ ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കൂടെ തരണം എന്ന് പറഞ്ഞു. 2 days കഴിഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞത്, ഞാൻ നേരത്തെ പറഞ്ഞ പ്രൊഡ്യൂസർ ആ പടം 3 CR എടുത്തു വിതൗട്ട് പ്രിൻ്റ് ആൻഡ് പബ്ലിസിറ്റി. അതായത് 3 CR കൊടുത്തു, ഇനി ബാക്കി കേരളത്തിൻ്റെ തിയേറ്ററിലേക്ക് റിലീസ് ചെയ്യണമെന്നുള്ള കോസ്റ്റുകൾ, സ്ട്രീമിംഗ് ചാർജസ്, കോസ്റ്റുകൾ, ഇതെല്ലാം പ്രൊഡ്യൂസർ എടുക്കുന്നു. ആ പടം കേരളത്തിലിറങ്ങി എടുത്ത പൈസേനെക്കാട്ട് താഴെയാണ് കിട്ടിയത് 2.5 കോടി രൂപയാണ്. പ്രൊഡ്യൂസറിന് ഈ 3 കോടി രൂപയ്ക്ക് പടം എടുത്തുകൊണ്ട് വന്നിട്ട് ഹി ഹാഡ് ടു സ്പെൻഡ് ഫ്രം ഹിസ് പോക്കറ്റ്, അതായത് സ്ട്രീമിംഗ് ചാർജസ്, കാരണം വൈഡ് റിലീസ് ആയിരുന്നു പടം. ശരിക്കും പറഞ്ഞാൽ 4 കോടി രൂപയായി ടോട്ടൽ പടത്തിൻ്റെ എക്സ്പെൻസ്, ഇൻക്ലൂഡിങ് ഈ 3 കോടി കൊടുത്ത അടക്കം. കിട്ടിയതോ 2.5 കോടി രൂപ. സോ മൈ പ്രൈസിങ് അറ്റ് ദാറ്റ് സ്റ്റേജ് വാസ് കറക്റ്റ്. അപ്പോൾ അതും കഴിഞ്ഞിട്ട് ആ പ്രൊഡ്യൂസർ പോയിട്ട് അടുത്ത തമിഴ് പടം എടുത്തു. ഇവിടെ എല്ലാവരും, അതായത് ഞാൻ അതിനകത്ത് പിച്ച് ചെയ്തിട്ടില്ല ആ ഡിസ്ട്രിബ്യൂഷന് വേണ്ടി,
പക്ഷെ എനിക്കറിയാവുന്ന ഇവിടുത്തെ മേജർ പ്രൊഡക്ഷൻ ഹൗസുകൾ, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എല്ലാം പോയി പിച്ച് ചെയ്തത് ഓൾ ദ ഗൺസ്, എനിക്കറിയാവുന്ന എല്ലാ ആൾക്കാരും 8 കോടി രൂപ 7 കോടി രൂപയാണ് അന്ന് പിച്ച് ചെയ്തത്. 7 കോടി അതാണ് മാക്സിമം പിച്ച് ചെയ്തത്. പുള്ളി പോയി ആ പടം എടുത്തത് 15 കോടി രൂപയ്ക്കാണ്. ആ 15 കോടി രൂപയ്ക്ക് പടം എടുത്തു. ഇവിടെ വന്ന് ആ പടം ഇറങ്ങി. വലിയ വലിയ ഡയറക്ടറോ വലിയ ബാനറോ എല്ലാം ആയിരുന്നു. പക്ഷെ പടം കളക്ട് ചെയ്തത് 8 കോടി രൂപയാണ്. 7 കോടി രൂപ ക്ലീനായിട്ട് വൈപ്പൗട്ട് ലോസായി. അത് കഴിഞ്ഞിട്ട് പുള്ളി ഒരു പടം കൂടെ എടുത്തു. അതും ഒരു വലിയൊരു നടൻ്റെ പടം എടുത്തു. അത് ടോട്ടൽ ലോസായി. അത് ടോട്ടൽ ലോസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇറങ്ങി രണ്ടാമത്തെ ദിവസം വലിയ പടത്തിൽ വലിയൊരു ആർട്ടിസ്റ്റായിരുന്നു തമിഴ്ന്നുള്ളത്. പക്ഷേ രണ്ടാമത്തെ ദിവസം തന്നെ പടം മോശമായത്, പടം വീണിട്ട് ഞാനീ പറഞ്ഞ കണ്ടിന്യൂസ് പറഞ്ഞത് ഇപ്പോൾ എത്ര കോടി നിങ്ങൾക്ക് തന്നെ അറിയാം എത്ര കോടി ലോസ് എടുത്തു എന്നുള്ളത്. അങ്ങനെ ടോട്ടൽ ലോസായി. ഇന്ന് ആ പ്രൊഡ്യൂസർ ഫീൽഡിലേ ഇല്ല. അതായത് പ്രൊഡക്ഷനിലും ഇല്ല, ഡിസ്ട്രിബ്യൂഷനിലും ഇല്ല. ഓഫീസെല്ലാം വൈൻഡപ്പ് ചെയ്ത് കംപ്ലീറ്റ്ലി സ്റ്റാൻഡ് സ്റ്റില്ലായി. അപ്പോഴത്തേക്കിന് കോവിഡും വന്നു. സോ ദാറ്റ് ഓൾസോ ഇൻക്രീസ് ദാറ്റ് ബുദ്ധിമുട്ടുകൾ ഇൻക്രീസ് ചെയ്തു. കോവിഡ് സമയം നിങ്ങൾക്ക് അറിയാമല്ലോ, 2 years ഇൻഡസ്ട്രി വാസ് ഷട്ട് ഔട്ട്. സോ ടോട്ടലി ആ പ്രൊഡ്യൂസർ കംപ്ലീറ്റ്ലായിട്ട് ഇൻഡസ്ട്രി എക്സിറ്റായി നിൽക്കുന്ന അവസ്ഥയാണ്. ഇപ്പം ഒരു മേ ബി ലാസ്റ്റ് 6-7 years ആയി പുള്ളി ഒരു മൂവി ടച്ച് ബേസ് ചെയ്തിട്ട്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ആങ്കറിങ് എഫക്റ്റിൻ്റെ ഒരു പ്രശ്നമാണ്. അതായത് ഞാൻ 10 കോടി രൂപയ്ക്ക് പടം എടുത്തു, അടുത്ത പടം എടുക്കുമ്പം 12 കോടി രൂപയാവണം. 10 കോടിക്ക് താഴെയാണെങ്കിൽ അത് പോരാ, എൻ്റെ സ്റ്റാറ്റസിന് ചേരുന്നില്ല, അല്ലെങ്കിൽ ചെറിയ പടമാണ് എന്നുള്ള ഒരു ഇതിവിടെ. ഇപ്പം എനിക്ക് പ്രൊഡ്യൂസേഴ്സിന് കമ്മിങ് ബാക്ക്, എനിക്ക് പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം വെച്ചാൽ, നിങ്ങളൊരു പടം എടുക്കാനാകുമ്പം ആ സ്ക്രിപ്റ്റിന് ആവശ്യമുള്ള ബഡ്ജറ്റ് സ്പെൻഡ് ചെയ്യുക. സോ ലെറ്റ്സ് സേ ഇൻസ്റ്റൻസ് യു ഡിഡ് എ 4 പ്രൊജക്റ്റ്. അടുത്ത പ്രൊജക്റ്റ് വരുന്നു, നിങ്ങളൊരു 5 കോടി രൂപയുടെ പ്രൊജക്റ്റ് ചെയ്തു. അടുത്ത പ്രൊജക്റ്റ്, മൂന്നാമത്തെ പ്രൊജക്റ്റ് വരുന്നു, നിങ്ങൾ 6 കോടി രൂപയുടെ പ്രൊജക്റ്റ് ചെയ്തു. സോ യു കണ്ടിന്യൂസ്ലി ഡൂയിങ് എ ഫ്ലൈറ്റ് ടേക്ക് ഓഫ്. അതായത് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതിൻ്റെ കൂട്ട് നിങ്ങളിങ്ങനെ എലിവേറ്റ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സോ മൈ റെക്കമെൻഡേഷൻ ഇസ് ദാറ്റ് നിങ്ങൾ വലിയ പടങ്ങൾ എടുത്തോ, ബട്ട് റീകാലിബ്രേറ്റ് യുവർ സെൽഫ് ബാക്ക് ടു ബേസ്. അതായത് നിങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ പടം എടുക്കണം. ഈ ചെറിയ പടം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ആർട്ടിസ്റ്റ് വാല്യൂ ഇല്ലാത്ത കുഞ്ഞു പടം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ചെറിയ പടം എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് ചെറിയ എക്സ്പെൻസ്, പ്രൊഡക്ഷൻ എക്സ്പെൻസ് കുറച്ച് ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റ് സെലക്ട് ചെയ്ത് നിങ്ങൾ ചെയ്യണം. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫൈനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ആയിട്ട് തന്നെ ചെയ്യണം. അതായത് ബോൾ പാർക്ക് ഫിഗർ ഇടണം. അപ്പം നിങ്ങൾ 4 കോടിയിലേക്കാണ് നിങ്ങളുടെ ഫസ്റ്റ് മൂവി എടുത്തതെങ്കിൽ ഇതിനൊരു 3 കോടി രൂപ ഇടണം. 3 കോടിക്ക് അപ്പുറം 1 രൂപ മുടക്കത്തില്ല എന്ന് നിങ്ങൾ തീരുമാനിക്കണം. അങ്ങനെ നിങ്ങൾ പോയിട്ട് റീകാലിബ്രേറ്റ് ചെയ്യണം നിങ്ങളുടെ ബ്രെയിനെ. അതായത് നിങ്ങൾ പോയി നെഗോഷിയേറ്റ് ചെയ്യണം. ആരുടേത്? ക്യാമറ യൂണിറ്റ്, ആർട്ടിസ്റ്റ്, ചെറിയ ക്രൂവ്, എല്ലാവരുമായിട്ട് ടെക്നിക്കൽ ക്രൂവ്, ഇവരെല്ലാം നെഗോഷിയേറ്റ് ചെയ്ത് നിങ്ങൾ ചെറിയ പടം പിടിക്കാൻ പഠിക്കാം. സൈഡിൽ കൂടെ നിങ്ങളുടെ വലിയ പടം പിടിച്ചോ. ഇപ്പോൾ നിങ്ങളിപ്പോൾ മമ്മൂക്ക പടമാണ് എടുക്കാൻ ഇറങ്ങുന്നത്, അല്ലെങ്കിൽ ലാലേട്ടൻ്റെ പടമാണ് എടുക്കാൻ ഇറങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും 5 മണിക്ക് പടം തീരത്തില്ല. യു ആർ ടോക്കിംഗ് സംവെയർ അറൗണ്ട് 20, 25, 40, 30 crore. അതതിൻ്റെ വഴിക്ക് അടക്കട്ടെ. പക്ഷേ റീകാലിബ്രേറ്റ് യുവർ സെൽഫ്, അണ്ടർസ്റ്റാൻഡ് ദ ഗ്രൗണ്ട് റിയാലിറ്റി. നിങ്ങൾ ചിലപ്പോൾ 100 രൂപയ്ക്ക് വലിയ പടത്തിന് 100 രൂപയ്ക്ക് കൊടുക്കുന്ന സാധനം, 100 രൂപയ്ക്ക് നിങ്ങൾ എടുക്കുന്ന സാധനം ചിലപ്പോൾ നിങ്ങൾക്ക് 10 രൂപയ്ക്കായിരിക്കും ചെറിയ പടത്തിന് എടുക്കാൻ സാധിക്കുന്നത്. അത് നിങ്ങൾ പോയി തേടണം എവിടെ നിന്ന് അത് എടുക്കാൻ പറ്റുമത്. ഐ എം ടോക്കിംഗ് പ്രീ-പ്രൊഡക്ഷൻ, പ്രൊഡക്ഷൻ, പോസ്റ്റ് പ്രൊഡക്ഷൻ, ഇൻക്ലൂഡിങ് സ്റ്റുഡിയോസ്. നിങ്ങൾ സ്ഥിരമായിട്ട് സ്റ്റുഡിയോയുമായിട്ട് ടൈപ്പ് ഉണ്ട്. നിങ്ങൾ സ്ഥിരമായിട്ട് ലെറ്റ്സ് സേ ഇൻസ്റ്റൻസ് യു ആർ ഗിവിംഗ് ഔട്ട് 10 lakhs ഫോർ എ പോസ്റ്റ് പ്രൊഡക്ഷൻ. You go back, negotiate with them. If they are not ready to reduce the price, go find another studio. ചെറിയ സ്റ്റുഡിയോകൾ ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ പോവുക, ക്വാളിറ്റി ഡ്രോപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ ചിലവ് കുറച്ച് ആ പടം എങ്ങനെ എടുക്കാവുന്ന നിങ്ങൾ തന്നെ സ്വയം പഠിക്കുക. സോ യു റീകാലിബ്രേറ്റ് യുവർ ബ്രെയിൻ. ഞാൻ അതിന് പറയുന്നത് വെച്ചാൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാന്ന് പറയും. യു ലാൻഡ് യുവർ ഫ്ലൈറ്റ്. അതർവൈസ് എന്താണ് സംഭവിക്കാൻ പോകുന്നത് വെച്ചാൽ, ഞാൻ നേരത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, മൂവി ഹാസ് എൻ എക്സ് ഫാക്ടർ, ദൈവാധീനം, ലക്ക്, വാട്ട് എവർ യു കോൾ ഇറ്റ്. നിങ്ങൾ ഈ 4 കോടിക്ക് പടം എടുത്ത് ഇപ്പോൾ കാസിനോയിൽ കളിക്കുന്ന പോലെയാണ്. ഇപ്പം നിങ്ങൾക്ക് കാസിനോ അല്ലെങ്കിൽ മുച്ചിട്ട് കളിക്കുന്നവർക്കൊക്കെ അറിയാം. നിങ്ങൾ 10 രൂപ ഇട്ട് കളിച്ചു, 20 രൂപ കിട്ടി. നിങ്ങൾ 20 എടുത്തിട്ട് 40 രൂപ കിട്ടി. 40 എടുത്തിട്ട് 80 രൂപ കിട്ടി. 80 രൂപ എടുത്തിട്ട് നേരെ ഈ പാമ്പ് പിടിച്ച പോലെ നേരെ താഴേക്കും പോയി. അപ്പോൾ നിങ്ങൾക്ക് 80 കിട്ടിയെടുത്ത് നേരെ തിരിച്ച് 10ലേക്ക് തിരിച്ചു വരും. So what you guys have to do is that you have to land your flight, റീകാലിബ്രേറ്റ് ചെയ്തിട്ട് വീണ്ടും നിങ്ങൾ പടം എടുക്കുക.
ഇതിൻ്റെ സൈഡിൽ കൂടെ വലിയ പടം അതിൻ്റെ റൂട്ടിൽ കൂടെ നടക്കട്ടെ. അത് നിങ്ങൾ അതിന് ഇൻ്റർഫിയർ ചെയ്യാൻ നിൽക്കണ്ട. അതിന് കൺട്രോൾഡ് ബഡ്ജറ്റിൽ തന്നെ ചെയ്യുക. ബട്ട് മേക്ക് ഷുവർ യു പ്രൊഡ്യൂസ് എ സ്മോളർ മൂവീസ് ടു അണ്ടർസ്റ്റാൻഡ് ദ മാർക്കറ്റ് ഡൈനാമിക്സ്. കാരണം മാർക്കറ്റിൽ പല ഡൈനാമിക്സ് ഉണ്ട്. ഇപ്പോൾ ഒരാൾ ക്യാമറയ്ക്ക് 57,000 രൂപയാണ് ചാർജ് ചെയ്യുന്നതെങ്കിൽ ഫൈൻഡ് ഔട്ട് വേർ ദ ക്യാമറ ഈസ് യു ഗെറ്റിംഗ് ദ സെയിം ക്യാമറ ഫോർ 35,000. ദർ കുഡ് ബി എ റീസൺ ഫോർ ഇറ്റ്. കാരണം ചിലപ്പം പുള്ളിക്കാരൻ്റെ ബിസിനസ് ഇല്ലാതിരിക്കുമായിരിക്കും, സ്പെയർ ടൈം ഉണ്ടായിരിക്കും, ക്യാമറ ചുമ്മാ ഇരിക്കുമായിരിക്കും. 30,000 ഉള്ള ആട്ടോ ചെറിയ ബഡ്ജറ്റാണ്, 15 ദിവസത്തെ ഷൂട്ട് ഉള്ളൂ പറയുമ്പോൾ ചിലപ്പോൾ 35,000 രൂപയ്ക്ക് തരും. സോ ദിസ് ഇസ് വേ യു ഹാവ് ടു ഡു ഇറ്റ്. ആസ് എ പ്രൊഡ്യൂസേഴ്സ് ഐ ആം ടെലിംഗ് യു, റീകാലിബ്രേറ്റ് യുവർ സെൽഫ്. ഡു നോട്ട് ഫോൾ ഇൻ ടു ദി ആങ്കറിങ് എഫക്റ്റ്. ഈ ആങ്കറിങ് എഫക്റ്റിലേക്ക് നിങ്ങളുടെ ബ്രെയിനിനെ കൊണ്ടെത്തിക്കാറ്. ഞാൻ ഡയറക്ടേഴ്സിൻ്റെ അടുത്തും ടെക്നിക്കൽ ക്രൂവിൻ്റെ അടുത്തും പറയുന്നതാണ്, നിങ്ങൾ ഈ ആങ്കറിങ് എഫക്റ്റിൻ്റെ ഭാഗമാവരുത്. അതായത് എക്സ്പെൻസ് ബേസ് ചെയ്തിട്ട് നിങ്ങളൊരു പ്രൊജക്റ്റിനെ കാണരുത്. അത് ഞാൻ 10 കോടി രൂപയുടെ പടം എടുത്ത ഡയറക്ടറാണ്, ഇനി ഞാൻ 5 കോടി രൂപയുടെ പടം എടുക്കുന്ന മോശമല്ലേ, എൻ്റെ മാർക്കറ്റ് വാല്യൂ ഇടിയത്തില്ലേ എന്നതാണ്. നിങ്ങളുടെ മാർക്കറ്റ് വാല്യൂ ഒറ്റ കണ്ടീഷനിലാണ് നിൽക്കുന്നത്, ദ സക്സസ്. യു ആർ നോൺ ബൈ യുവർ ലാസ്റ്റ് സക്സസ്ഫുൾ മൂവി. ഈ 5 കോടിക്ക് എടുത്ത പടം നിങ്ങൾ വിജയിപ്പിക്കുമോ എന്നാണ് നോക്കുന്നത്. ഇവിടെ കുറേ സ്റ്റാർ ഡയറക്ടേഴ്സ് ഉണ്ട്, പ്രൊഡ്യൂസേഴ്സിന് പൈസ കൊടുക്കാത്ത ഡയറക്ടേഴ്സോ. എടുക്കുന്ന പടമൊക്കെ വലിയ പടങ്ങളാണ്, പക്ഷേ പടങ്ങളൊന്നും ഓടത്തില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? ഓൾ ദ പ്രൊഡക്ഷൻ ഹൗസസ് സ്റ്റെപ്സ് ബാക്ക്. അതായത് ഇവിടെ സ്ഥിരമായിട്ട് പടം എടുക്കുന്ന പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ടല്ലോ, ദി വിൽ സ്റ്റെപ്പ് ബാക്ക്. ദ സെയിം തിങ് ഹാപ്പൻ വിത്ത് ആർട്ടിസ്റ്റ് ഓൾസോ. അവർ 2 കോടി രൂപ അല്ലെങ്കിൽ 1.5 കോടി 1 കോടി രൂപ മേടിച്ച് പടങ്ങളൊക്കെ പൊട്ടുന്നു. 5-6 പടം പൊട്ടി കഴിയുമ്പം വീട്ടിൽ ഇരിക്കാൻ തുടങ്ങും, പിന്നെ ഗസ്റ്റ് റൂൾ ആവാൻ തുടങ്ങും. ഇങ്ങനെ വരുമ്പോൾ വാട്ട് യു ഹാവ് ടു ഡു, യു reduce your price, because മാർക്കറ്റ് ഡൈനാമിക്സ് അനുസരിച്ച് നിങ്ങളുടെ പ്രൈസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. റെഡ്യൂസ് യുവർ പ്രൈസ്, ഓഫർ ഗോ പ്രൊഡക്ഷൻ, റിഡക്ഷൻ പ്രൈസ്. എന്തായാലും നിങ്ങൾ അങ്ങനെ ചെയ്ത് കം ബാക്ക് ഇൻ ടു എ വിന്നിങ് ഫോർമുല, ദെൻ ഗോ ബാക്ക് ടു യുവർ പ്രീവിയസ് പ്രൈസ്. ഒരു 3 പടം കണ്ടിന്യൂസ് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് തന്നെ ഒരു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പറയുവാണ്, മാർക്കറ്റ് വാല്യൂ വിൽ ഡ്രോപ്പ് ഡ്രാസ്റ്റിക്കലി. അത് പിന്നെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ വമ്പൻ ഒരു ഹിറ്റ് പടം വേണം. സോ ആങ്കറിങ് എഫക്റ്റിലേക്ക് പ്രൊഡ്യൂസേഴ്സ്, ഡയറക്ടേഴ്സ്, ഓൾ ദ ടെക്നിക്കൽ ക്രൂ നിങ്ങൾ എത്തിപ്പെടാതിരിക്കാൻ നോക്കുക. അത് നിങ്ങളൊരു ബേസ് ലൈനായിട്ട് ക്രിയേറ്റ് ചെയ്യാതിരിക്കാൻ നോക്കുക. ആങ്കറിങ് എഫക്റ്റ് നമ്മുടെ എല്ലായിടത്തും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് ഷർട്ടിൻ്റെ എക്സാമ്പിൾ പറഞ്ഞത്, ഇത് തന്നെ കാറിൻ്റെ എഫക്റ്റും ഉണ്ട്. നിങ്ങളൊരു എക്സ്പെൻസീവ് കാർ മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് താഴെ കറിഞ്ഞ ഒരു ചെറിയ വണ്ടി ഓടിക്കാൻ ഉള്ളിലൊരു നാണക്കേട്, ഒരു ബസ്സേ കയറാൻ നാണക്കേട്, അല്ലെങ്കിൽ സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് പോകാൻ നാണക്കേട്, ഇതൊന്നും പാടില്ല. ബിക്കോസ് യു ആർ മേക്കിംഗ് യുവർ സെൽഫ് ഇൻ എ ഫെയിലിയർ. സോ നിങ്ങൾ ഈ പേര് മനസ്സിലോർക്കുക, ദി ആങ്കറിങ് എഫക്റ്റ്. ആങ്കർ എന്ന് പറഞ്ഞാൽ ANCHOR ആണ്. ആങ്കറിങ് എഫക്റ്റ് എന്ന് പറയും, നങ്കൂര്. നിങ്ങളുടെ പ്രൈസ് ടാക്സ് നങ്കൂരോടാതിരിക്കുക, എക്സ്പെൻസ് നങ്കൂരോടാതിരിക്കുക. അങ്ങനെ ഒരു ബേസ് ലൈൻ ക്രിയേറ്റ് ചെയ്യുക. സ്പെൻഡ് മണി, പ്രൊഡ്യൂസേഴ്സോട് പറയുക, സ്പെൻഡ് മണി വേർ ഇറ്റ് ആക്ച്വലി ഡിസേർവ്സ് ആൻഡ് സ്പെൻഡ് ഓൺലി ദ മണി വിച്ച് ഇസ് റിയലി ഡിസേർവ് ഫോർ ദാറ്റ് പ്രൊജക്റ്റ്. ബിക്കോസ് ഈ 1 റുപ്പി മനസ്സിലെപ്പോഴും വേണ്ടുന്നൊരു കാൽക്കുലേഷൻ ഉണ്ട്, 1:4. 1 രൂപ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ യു ഹാവ് ടു ഗെറ്റ് 4 rupees ടു ഗെറ്റ് ബാക്ക് ടു യുവർ 1 rupee. ഇത് സിനിമയിൽ എപ്പോഴും മനസ്സിൽ ചിന്തിക്കേണ്ട ഒരു ഫോർമുലയാണ്. സോ നിങ്ങൾ 3 കോടി രൂപ മുടക്കുമ്പം നിങ്ങൾക്ക് 12 കോടി രൂപ കിട്ടിയാൽ മാത്രമേ നിങ്ങളുടെ 3 കോടി രൂപ നിങ്ങളുടെ കയ്യിൽ കിട്ടത്തുള്ളൂ. ഗ്രോസ് കളക്ഷൻ 12 കോടി എന്ന് പറഞ്ഞാലും ടാക്സ് അടച്ച്, ടിക്കറ്റിൻ്റെ ടാക്സും അടച്ച്, മറ്റേ ഡിസ്ട്രിബ്യൂട്ടർ ഷെയർ, തിയേറ്ററിക്കൽ ഷെയർ എല്ലാം കഴിഞ്ഞ് പ്രൊഡ്യൂസറിൻ്റെ കയ്യിൽ പൈസ കിട്ടുമ്പോൾ യു ആവറേജ് ഇറ്റ് ഔട്ട് ടു 25%. So this is what guys call the anchoring up. So make sure you land your flight, recalibrate your brain, make a good movie, lower budget, and keep on going. ഈ കോൺസ്റ്റൻറ്റ് ഫ്ലൈറ്റ് ലാൻഡ് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ഈ ഒരു മോഡൽ നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കിയാൽ you will be always surviving in the industry. Because remember, producers, your survival rates ഏതൊക്കെ വർഷമാണെന്നറിയാമല്ലോ നിങ്ങളുടെ ചലഞ്ചസ് വരുന്നത്. യൂഷ്വലി എല്ലാ ബിസിനസ്സിലും വരുന്നതാണ്. The first challenges happen at 3 years. The next break-even, the biggest break-even happens at 10 years. If you are able to survive 10 years in the industry, you can count that you are in for a long run, as long as you don't do anything stupid. So guys, ഞാനതിനെക്കുറിച്ച് ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് വിചാരിക്കുന്നു. So thank you very much for watching my channel. Thanks for subscription, likes and shares. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഞാൻ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എഴുതി അറിയിക്കുക. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ഞാൻ എപ്പിസോഡ് ചെയ്യുന്നതായിരിക്കും. So anyway, thank you very much for listening to this channel. See you again in the next episode.